ഹലോ ഗായ്സ്, അപ്പം ഇന്ന് ഞാൻ വന്നത് ഒരു ചെറിയ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. എന്താണ് ഫുഡ് കഴിക്കുന്ന ടൈമും കൂടെ പറയുമോ എന്ന് വെച്ചാൽ പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ കറക്റ്റ് ഞാൻ കഴിക്കുന്ന ഒരു ടൈം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. അല്ലാതെ ഞാൻ കഴിക്കുന്ന ടൈം പറഞ്ഞു തരാം, അല്ലാതെ ഈ ടൈമിൽ തന്നെ കഴിക്കണം എന്നല്ല. പിന്നെ ഈ സെയിം ആൾ തന്നെയാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു കഴിഞ്ഞൊരു ദിവസം ഡിന്നർ ടൈം എന്ന് മാത്രം മെൻഷൻ ചെയ്തൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്കത് സത്യം പറഞ്ഞ് ഇപ്പം എനിക്ക് മനസ്സിലായി അത് ടൈം ചോദിച്ചിട്ടായിരുന്നു എന്ന്. പക്ഷെ എനിക്കത് അന്നേരം മനസ്സിലായില്ല കേട്ടോ. ഞാൻ ഓർത്തു ഞാൻ ഇനി ഷോർട്സിൽ ഡിന്നർ ടൈം ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നോക്കി. പക്ഷെ ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ ഒന്നും അതിന് റിപ്ലൈ ഒന്നും വലിയ കാര്യമായിട്ട് കൊടുത്തില്ലെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് ഓർക്കുന്നില്ല. അപ്പം ഞാൻ അന്ന് അത് മനസ്സിലാക്കിയത് അങ്ങനെയാണ്. പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായ ടൈമാണെന്ന് ചോദിച്ചതെന്ന് കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ഫുഡ് കഴിക്കുന്ന ടൈം ഞാൻ പറയാം കേട്ടോ. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് 8 o'clock to 9:30 ആ ഒരു ടൈമിനുള്ളിൽ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അതുപോലെ ഉച്ചയ്ക്ക് ലഞ്ച് 12:30 to 2 o'clock, അതാണ് ലഞ്ചിൻ്റെ ടൈം. അതിനുള്ളിൽ ലഞ്ച് കഴിച്ച് കഴിയും കേട്ടോ. പിന്നെ ഡിന്നർ വരുന്നത് ഞാൻ കഴിക്കുന്നത് 5:30 to 7 ആണ്. ആക്ച്വലി ഞാൻ ചിലപ്പം 5 o'clock കഴിക്കാറുണ്ട്. കാരണം എനിക്കിപ്പോൾ നേരത്തെ കഴിച്ച് തീർത്താലും എനിക്ക് വിശക്കാറില്ല കേട്ടോ. അതുകൊണ്ട് ഇപ്പം നിങ്ങൾക്ക് വിശക്കും എന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ 7 o'clock അതിനപ്പുറത്തോട്ട് പോകാതിരിക്കാൻ നോക്കുക. അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോർമലി കിടക്കുന്നത് ഒരു 10 o'clock 10:30 ഒക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ കിടന്നുറങ്ങുന്നതിന് ഒരു 3 hours മുമ്പ് നമ്മളുടെ ഡിന്നർ ഫിനിഷ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ നിങ്ങൾ ആ 2 liters ഓഫ് വാട്ടർ മിനിമം കുടിക്കണം എന്ന് പറഞ്ഞല്ലോ, അത് കുടിച്ചോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വിശക്കത്തൊന്നും ഇല്ല. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു ടൈം ഞാൻ കഴിക്കുന്ന ടൈം ഒന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടൊരു വീഡിയോ ചെയ്തതാണ് കേട്ടോ. അപ്പം എല്ലാവരും ഇത് ഈ ഒരു 60 days ചലഞ്ച് ഫോളോ ചെയ്ത് പോകുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. സോ എന്തായാലും ഐ എം സോ ഹാപ്പി. അപ്പോൾ എന്തായാലും ഞാനും ഹാപ്പിയാണ്, നിങ്ങളും ഹാപ്പി ആയിട്ടിരിക്കുക. ചലഞ്ച് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് 60 days കഴിഞ്ഞിട്ടുള്ള റിസൾട്ടുമായിട്ട് വരാം. ബൈ.